നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനി പ്ലാനറ്റ്സുകളായിട്ടുള്ള രാഹു കേതുക്കളിൽ രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും നിൽക്കുമ്പോൾ കിട്ടുന്ന ചില സൂചനകളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നോ, ഏത് പ്ലാനറ്റിൻ്റെ സ്റ്റാറിലാണോ നിൽക്കുന്നത്, ആ സ്റ്റാറിൻ്റെ അധിപൻ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിന്ന് ആ നക്ഷത്രത്തിൻ്റെ അധിപനും രാഹുവും തമ്മിലുള്ള നിൽപ്പ്, അല്ലെങ്കിൽ ആ സ്റ്റാറിൻ്റെ അധിപൻ ഏത് ഭാവാധിപനാണോ, അല്ലെങ്കിൽ ഏത് പാദത്തിലാണോ രാഹു നിൽക്കുന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഉണ്ട്. അതിനനുസരിച്ചായിരിക്കും റിസൾട്ട്. പക്ഷേ പൊതുവെ ഡെസ്റ്റിനി പ്ലാനറ്റ്സ് ആയതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കർമ്മത്തിലേക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് കാണിക്കുന്നിടത്താണ് ശരിക്കും ഈ രാഹുകേതുക്കളുടെ പ്രസക്തി വരുന്നത്. ഇപ്പോൾ അസ്ട്രോളജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് നോളജ് വെച്ച് തന്നെ രാഹുകേതുക്കളുടെ ഒരു നിൽപ്പ് കൊണ്ട് തന്നെ കുറേ ബേസിക്സ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങൾ വരാം, എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അതിൻ്റെ റീസൺ എന്താണ്, നമ്മളെ ചങ്ങല പോലെ പാമ്പ് ചുറ്റി വരിഞ്ഞിരിക്കുന്ന പോലെ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റാത്തതെന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ രാഹുകേതുക്കൾ തരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. 2-ാം ഭാവത്തിലെ രാഹുവിൻ്റെ നിൽപ്പും കേതുവിൻ്റെ 8-ാം ഭാവത്തിലെ നിൽപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗസ് ഓഫ് മണി അല്ലേ? ധനം, വിദ്യ. രണ്ടാം ഭാവം വിദ്യാധനം സർവധനാൽ പ്രധാനം. നമ്മൾ കൊച്ചിലെ തൊട്ട് പറയുന്ന അറിവിൻ്റെ, പഠിക്കുന്ന അറിവ്, വിദ്യ, സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുടുംബം, നമ്മുടെ വാക്ക്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ അസറ്റ്സ്, ഇതെല്ലാം 2-ാം ഭാഗമാണ്. രാഹു നിന്നാൽ, രാഹുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ അറിയാമല്ലോ. വ്യാഴത്തെ പോലെ അല്ല രാഹു. രാഹു 2-ൽ നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സർവൈവൽ സ്കില്ലാണ്. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്. രാഹു പകുതിയേ ഉള്ളല്ലോ, നോഡിൽ രാഹു പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാഹു ധനപരമായിട്ടുള്ള സ്റ്റക്ക് ഉണ്ടാക്കും. 2-ൽ നിൽക്കുമ്പം കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റക്ക് ഉണ്ടാക്കും. അതേപോലെ തന്നെ വിദ്യാപരമായിട്ടുള്ള വിഷയങ്ങളിൽ ചില തടസ്സങ്ങളുണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ രാഹു ഉണ്ടാക്കുമ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനുള്ളവരുടെ ഒരു കഴിവ് വല്ലാണ്ട് വലുതാണ്. പിന്നെ 2-ലെ രാഹു എന്ന് പറയുന്നത് ലക്ഷൂറിയസ് ലൈഫിനോട് ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലക്ഷൂറിയസ് ലൈഫ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് മുടക്കുക, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യും. ഇവർ ചിലപ്പം ഇവർക്കൊരു ഈറ്റിംഗ് ഡിസോർഡറൊക്കെ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈറ്റിംഗ് ഡിസോർഡർ മീൻസ് ഇവർക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ്സിനോട്, അതായത് ജങ്ക് ഫുഡ്സിനോട്, അല്ലെങ്കിൽ അങ്ങനത്തെ റിയൽ അല്ലാത്ത കുറച്ച് ആർട്ടിഫിഷ്യൽ ടേസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ഫുഡിനോട്, അതേപോലെ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള സാധനങ്ങളോട്, സെൻസറി പ്ലഷേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ മുടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും പെട്ടുപോകുന്നത്. ഭൗതിക ജീവിതത്തോടുള്ള അതിര് കടന്ന ഭ്രമം പലപ്പോഴും ഇവരെ റിലേഷൻഷിപ്പുകളിലൊക്കെ, ഫ്രണ്ട്സിൻ്റെയും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നന്നായിട്ട് സംസാരിച്ച് എക്സ്പ്രസ് ചെയ്യും. അപ്പം വാക്സ്ഥാനവും കൂടിയല്ലേ. കമ്മ്യൂണിക്കേഷൻ വരുന്നത് 3ാണ്. എന്നാൽ പോലും 2-ൽ നിൽക്കുമ്പോൾ കള്ളം ധാരാളമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് കള്ളം പറയും. ഈ ഒരു ഫാൻറ്റസി അല്ലേ, ചുമ്മാതെ സംസാരിച്ചൊരു ഫാൻറ്റസി ഇവർ ക്രിയേറ്റ് ചെയ്യും. വാക്സ്ഥാനമല്ലേ, അപ്പം സംസാരിച്ചൊരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടിക്കാലങ്ങളിൽ ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ചുള്ള ഭയവും, അല്ലെങ്കിൽ മരണം വരാൻ തക്ക രീതിയിലുള്ള ചില അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിപെട്ടിട്ടുള്ളൊരു ട്രോമ ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും, ഒരു ഭയം ഉണ്ടാവും. അതുപോലെ തന്നെ ജീവിതം കുറച്ച് തടസ്സങ്ങൾ വന്ന് കഴിഞ്ഞ് ഇവരൊന്ന് സക്സസ് ആയി തുടങ്ങുമ്പം ഇവർക്ക് ഈ ഭൗതികതയോടെ, ലക്ഷൂറിയസ് ലൈഫിനോടെ
ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇവർ ക്രിയേറ്റിംഗ് ഈ സ്പൈഡർ വെബ് ഓഫ് മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും, അതിലേക്ക് വന്ന് വല വിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ ഫിനാൻഷ്യലി ഗ്രോ ആവാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു വെക്കും. കാലക്രമേണ രാഹു പകുതിയല്ലല്ലോ, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പരാജയം സംഭവിച്ചിട്ട് ചിലവർ ഇമോഷണൽ ട്രോമാസ് അല്ലെ ഫിസിക്കൽ ട്രോമാസ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന് അനുഭവിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുവഴി പിന്നീട് അവർക്ക് ഇൻസെക്യൂരിറ്റീസ് ലൈഫിൽ ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട്. ചിലവർ ഈ 2 രാഹുവിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലവർ ഫിനാൻഷ്യലി വല്ലാണ്ടങ്ങ് സക്സസ് ആവും, ചിലവരങ്ങ് താഴെ പോവും, ചിലപ്പോൾ വല്ലാണ്ട് സക്സസ് ആയിട്ടങ്ങ് വല്ലാണ്ട് താഴെ പോവും. അത് എനിക്ക് തോന്നുന്നത് ഈ രാഹു ജൂപ്പിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജൂപ്പിറ്റർ ഇൻഫ്ലുവൻസ് ഇവരുടെ 2ാം ഭാവത്തിലെ രാഹുവിനുണ്ടെങ്കിൽ ഇവർ സാമ്പത്തികമായിട്ട് വളരുകയും, ശനിയുടെ ഇൻഫ്ലുവൻസ് 2ാം ഭാവത്തിലെ രാഹുവിനുണ്ടാവുകയും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടൊരു സാറ്റേൺ ഇൻഫ്ലുവൻസ് രാഹുവിന് വരികയും ചെയ്ത് കഴിഞ്ഞാൽ തളർന്നു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ 2 രാഹു ആണ് ഫീലിങ്സ് ഓഫ് ഫെയില്യുവർ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിൽ 2ാം ഭാവത്തിലെ രാഹു എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ഫെയില്യുവറിനുള്ള കാര്യമാണ്. അതിനൊരുപക്ഷെ കാരണം ഇവരുടെ തുടക്കകാലങ്ങളിൽ ഇവരുടെ ചിന്ത എല്ലാ വിജയങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളും പണത്തെയും അതുപോലെ തന്നെ വിദ്യയെയും അതേപോലെ മെറ്റീരിയൽ കാര്യങ്ങളെയും കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാക്കുന്ന അസറ്റ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ സക്സസ് ഇരിക്കുന്നതെന്ന് ഇവർ വിചാരിക്കും. പക്ഷേ കാലക്രമേണ ഫെയില്യൂർ ആയി പോവും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഇമോഷണലായിട്ടുള്ള ചില കണക്ഷൻസ് ഇവർക്ക് റിലേഷൻഷിപ്പിൽ വിട്ടുപോവുകയും തൽനിമിത്തം റിലേഷൻഷിപ്പ് പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീജാതകത്തിലാണ്. പുരുഷജാതകത്തിൽ അത്രയും പ്രശ്നം വരുന്നില്ല, പക്ഷേ സ്ത്രീജാതകത്തിൽ അത് വരുന്നുണ്ട്. അത് പഠിക്കാൻ ഞാൻ വിട്ടു തരുന്നു. അതേപോലെ അൺകൺവെൻഷണൽ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് 2ാം ഭാവമല്ലേ അത്. അതേപോലെ സ്ട്രോങ് ഡിസയർ ഫോർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഒരു സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. പിന്നെ ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് ആരും കാണാത്ത രീതിയിലുള്ള ഫിനാൻഷ്യൽ വെഞ്ചേഴ്സ് ഒക്കെ തുടങ്ങാൻ ഇവർക്ക് നല്ല കഴിവാണ്. ചില ഇന്നോവേറ്റീവായിട്ടുള്ള ചില ഐഡിയാസ് ഇവരിട്ടിട്ട് ഹൈലി സക്സസ്ഫുൾ ആവുന്നത് കണ്ടിട്ടുണ്ട്. അതിഭീമമായിട്ട് ഉള്ളൊരു വിജയം പെട്ടെന്ന് ഒരു 1-2 വർഷം കൊണ്ട് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെ വളരുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ടാലൻറ്റുകളും ഉണ്ട്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ കേട്ടോ. ഇവർക്ക് ഈ വളഞ്ഞ വഴി കുറച്ച് കൂടുതലാണ്, രാഹുവിനെ പോലെ വളഞ്ഞ വഴി കൂടുതലാണ്. എങ്ങനെയാണ് അമൃത് അടിച്ചു മാറ്റേണ്ടതെന്ന് അറിയാം, പക്ഷേ തല പോവെന്നുള്ള കാര്യം ഓർക്കത്തില്ല. അതാണ് പ്രശ്നം. അത് ഒന്ന് ശ്രദ്ധിച്ചോളുക. അത് ശ്രദ്ധിച്ചാൽ ഇവർക്ക് ഇവരുടെ ടാലൻസ് നല്ല രീതിയിൽ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2ാം ഭാവമായതുകൊണ്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്നും കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ. ദൂരത്തിന് വേണ്ടിയിട്ടൊക്കെ, സ്വന്തം സന്തോഷത്തിന് വേണ്ടി ദൂരത്തിന് വേണ്ടിയിട്ടൊക്കെ, കയ്യിൽ കാശില്ലെങ്കിലും ലോൺ എടുത്തൊക്കെ കണ്ടമാനം അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടും പാർട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള ഒരിത് ഒക്കെ ഇവർ കാണിക്കുക. തൽനിമിത്തം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം. അതേപോലെ ഈ 2ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഇന്നത്തെ കാലത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിൻ്റെ വഴിവിട്ട രീതികൾ, ഫോൺ സെക്സ്, അതേപോലെ ത്രോട്ട് ഇൻഫെക്ഷൻ, തൈറോയിഡ്, അതേപോലെ വളരെ ഹാർഷായിട്ട് സംസാരിക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ കള്ളം പറഞ്ഞ് ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫ്ലേർട്ട് ചെയ്യാൻ ഉള്ള കഴിവ്, അത് കേൾക്കാനുള്ള കഴിവും. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കാരണം ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് റെസിഡ്യൂ ഓഫ് സെക്ഷൽ മിസ്യൂസാണ്. അതുവഴിയുള്ള ക്രിമിനൽ ടെൻഡൻസീസും ഒക്കെ വരാം. അത് പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള സെക്ഷൽ മിസ്യൂസുകളും ക്രിമിനൽ കാര്യങ്ങളുടെയൊക്കെ വാക്യപത്രമായിട്ടും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ പറ്റിച്ചും ഒക്കെ ധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 8ാം ഭാവത്തിൽ കേതുവല്ലേ നിൽക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം നമ്മളിത് മനസ്സിലാക്കിയാൽ നമ്മൾ അതിൽ നിന്ന് ബോധപൂർവം അവോയ്ഡ് ചെയ്യുകയും, രാഹുവിനൊരു ഒക്കൾട്ട് നേച്ചറുണ്ട്, ഒരു സ്പിരിച്വൽ ടച്ചുണ്ട്. ഭൗതികതയോടായിരിക്കും ഒരു ചായ്വ് വരുന്നത്, എന്നാൽ പോലും ഇവർക്കൊരു സ്പിരിച്വൽ നേച്ചറുണ്ട്. ആ സ്പിരിച്വൽ നേച്ചർ ഉള്ളതുകൊണ്ട് 2 മന്ത്രസ്ഥാനവും കൂടെ ആയതുകൊണ്ട് അവിടെ രാഹു നിൽക്കുന്നതുകൊണ്ട്
നാഗരാജാവിനെയും മഹാദേവനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഫുള്ളി അതിൽ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിന് നല്ല ജീവിതങ്ങൾ ഉണ്ടാവുന്നതായും കണ്ടിട്ടുണ്ട്. ഒരു ലൈഫിലൊരു സെക്കൻഡ് ചാൻസ് ഒക്കെ പലതിനും രണ്ടാം ഭാവം കൊണ്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും രാഹു 2-ൽ നിന്നാൽ. ഇവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ജോലി എപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം. വളരെ ശ്രദ്ധിച്ച് തന്നെ അത് കൊണ്ടുപോകണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ. ചില സമയത്ത് ധനം വരുന്ന സമയത്ത് വരവിനധികമായിട്ട് ചിലവാക്കുന്ന ഒരു രീതി, എല്ലാവരും ഇങ്ങനെ കാണിക്കുന്ന രീതി, ഒരു അടിച്ചുപൊളി ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഒരു രീതി ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് കുറയ്ക്കണം. ഇല്ലെങ്കിൽ വലിയ ഒരു ഫിനാൻഷ്യൽ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ചിലപ്പം കുറേ കാലം കൂപ്പൂത്തി കിടക്കേണ്ടതായിട്ട് വരും. കയറി വരാൻ ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. തൽനിമിത്തം വീട്ടിൽ എല്ലാവരോടും പ്രശ്നങ്ങളും സുഹൃത്തുക്കളോടും ഒക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഒറ്റപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷുവൽ ലൈഫൊക്കെ എന്ന് പറയുന്നത് അത് ചിലവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരുപാട് പ്ലഷറുകൾ നൽകുന്നുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയമാണ്. എന്നിരുന്നാൽ പോലും അത് നിങ്ങളുടെ കഴിവിനെയും പവറിനെയും നശിപ്പിക്കുന്നതോ നിങ്ങളുടെ പാഷനെ, അതേപോലെ നിങ്ങളുടെ ഗോളിനെ, നിങ്ങളുടെ എയിമിനെ നശിപ്പിക്കുന്നതോ ആവാൻ വിട്ടുകൊടുക്കരുത്. ആ ഒരു ലെവലിലേക്ക് വിട്ടുകൊടുക്കരുത്. എത്ര ഇത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നാലും ശരി, അത് വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഈ 2-ൽ രാഹു നിൽക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു മാനിപ്പുലേഷൻ, കുറച്ച് കള്ളം പറയാനൊക്കെ ഉള്ളൊരു സ്വഭാവമുണ്ടെന്ന്. അതെന്നെങ്കിലും പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്നേക്കുമായിട്ട് താഴെ പോവും, അത് 0 ആയി പോവും. അതുകൊണ്ട് ഈ രാഹുകേതുക്കൾ ഒരുപാട് പേരുദോഷങ്ങളും കുറേ പ്രശ്നങ്ങളും ഒരു നമ്മൾ എന്താ പറയുക, ഇവർ നിൽക്കുന്ന 2 ഭാവങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് ഓർത്ത് വെച്ചിരുന്നത്. ഇവർ നിൽക്കുന്ന ഈ ഭാവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ 8-ൽ കേതു നിൽക്കുകയാണെന്ന് വെച്ചു, പ്രസൻറ്റ് ലൈഫിൻ്റെ തുടക്കകാലം രാഹു നന്നായിട്ട് അങ്ങ് വർക്ക് ചെയ്ത് ഒരു 10-38 വയസ്സ് വരെ അങ്ങ് കൊണ്ടുപോകും. ഈ 38 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് 8-ൽ നിൽക്കുന്ന കേതു, അല്ലെങ്കിൽ ഒരു 35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക്, ഒരാളുടെ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ മുതൽ കേതു വർക്ക് ചെയ്ത് തുടങ്ങും നന്നായിട്ട്. ഭയങ്കര മെറ്റീരിയൽ കോൺഫ്ലിക്റ്റുകളായിരിക്കും. നമുക്ക് തന്നെ മനസ്സിലാവാത്ത, ഒരു ക്ലാരിറ്റി കിട്ടാത്ത രീതിയിലുള്ള ഒരു വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് ഒരു 38 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരും. മെറ്റീരിയലും സ്പിരിച്വലും മെറ്റീരിയലും, ജീവിത സാഹചര്യങ്ങളും മെറ്റീരിയലിസവും, തോട്ട് പ്രോസസ്സും മെറ്റീരിയലിസവും, സംസാരവും വിദ്യയും അറിവും മെറ്റീരിയലിസവും, ജോലിയും പഠിച്ചതും തമ്മിലുള്ള അടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ആ സമയത്താണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻ ഒക്കൾട്ട് സയൻസിനോടൊക്കെ ഒരു താല്പര്യം വരുന്നത്, സ്പിരിച്വാലിറ്റിയോടൊരു താല്പര്യം വരുന്നത്. അൺനോണായിട്ടുള്ള വിഷയങ്ങൾ, 8-ാം ഭാവം അൺനോണായിട്ടുള്ള വിഷയങ്ങളാണ്, രഹസ്യ വിഷയങ്ങളാണ്, അതിനോടൊക്കെ ഒരു താല്പര്യം വരുന്നത്. അതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുകയും, അതുപോലെ തന്നെ ചിലപ്പോൾ ബ്രേക്കപ്പുകളൊക്കെ വന്നിട്ട് വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകേണ്ടതായിട്ടും സങ്കടപ്പെട്ട് വരുന്നതായിട്ടും, പിന്നെ ആരെയും വിശ്വസിക്കാത്ത, ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ പിന്നീട് വന്നിട്ട് മാനസികമായിട്ടൊക്കെ ഒരുപാട് തളരുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന, ഹൈലി പൊട്ടൻഷ്യലായിട്ട് സഡൻ ചേഞ്ചസും, ഒരു സാധനത്തിൽ നിന്ന് അടുത്തിലേക്ക് സ്വിച്ച് ചെയ്യാനും, ഒരു സാഹചര്യത്തിൽ നിന്ന് അടുത്തൊരു സാഹചര്യത്തിലേക്ക് മാറാനും ഒക്കെ ഇവർക്ക് അസാധ്യമായിട്ടുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം, ഒരു സാധനത്തിൽ നിന്നും അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം ധാർമ്മികമല്ലാത്തൊരു മാറ്റമാണെങ്കിൽ, ധർമ്മബോധമില്ലാത്തൊരു മാറ്റം ആണെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്നവർക്കൊക്കെ അത് വിഷമമാവും, പിന്നെ അത് സങ്കടമാവും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. മൊത്തത്തിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്പേസിൻ്റെ താളം അങ്ങ് തെറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കേതു 8 എന്ന് പറയുമ്പം 4, 8, 12 മോക്ഷത്രികോണങ്ങളാണ്. അപ്പം 4-ൽ നിന്നും 4ഉം 8ഉം 12 മോക്ഷം. അപ്പം മോക്ഷത്രികോണങ്ങളാണ്. അപ്പം ഇതിനകത്ത് 4, 8, 12 എന്ന് പറയുന്നത് ഈ ജന്മം ശരിക്കും നമുക്ക് പൊതുവേ 4, 6, 8, 12 എന്ന് പറയുന്നത് ഈ ജന്മം ശരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഡെപ്റ്റുകളാണ്. അപ്പം 8-ലാണ് കേതു. പാസ്റ്റ് ലൈഫിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഗ്രഹമായിട്ടുള്ള കേതു 8-ലാണ്. അപ്പം 8-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ക്രൂവൽ ആക്ഷൻസ്, നമ്മൾ ആരെങ്കിലുമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കില്ലിങ് ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആനിമൽസ്, ആവശ്യമില്ലാതെ മരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ചതിന്, സഡനായിട്ടുള്ള ഡെത്ത്, സൂയിസൈഡ്,
ഒക്കെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷുവൽ ഡിസയേഴ്സ് കാരണം പാർട്ട്ണറിനെ ഹരാസ്മെൻറ്റ് ചെയ്തത് നിമിത്തം, അതുപോലെ തന്നെ സ്വയമായിട്ടും അല്ലെ മറ്റുള്ളവരുടെ അടുത്തും ലോൺസിനും മറ്റു കാര്യത്തിനും ഒക്കെ വേണ്ടി പലിശയ്ക്കൊക്കെ കടമെടുത്തിട്ട് അതിൻ്റെ ഹരാസ്മെൻറ്റ് കേൾക്കുക, അല്ലെങ്കിൽ പലിശയ്ക്ക് പണം കൊടുത്തിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ആവും കഴിഞ്ഞ ജന്മത്തിൽ. ഇതൊക്കെയാണ് കാർമിക് ഡെപ്റ്റുകൾ പൂർവ്വജന്മത്തിൽ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് ഫേസിലും കണ്ണിനും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരാം. അതേപോലെ തന്നെ ഈ ബാങ്കിങ് മേഖലകളിൽ ധനപരമായിട്ടൊക്കെ ഒരുപാട് പൂർവ്വജന്മത്തിൽ ഈ വട്ടിപ്പലിശയ്ക്കൊക്കെ കടം കൊടുത്തിട്ടും ഒക്കെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മം ബാങ്കിങ് മേഖലകൾ, ധനപരമായിട്ടുള്ള ഏരിയകൾ, അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം. സ്ലീപ്പ് ഡിസോർഡറുകൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ, അതേപോലെ അൺനാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കാണാനും അറിയാനും, അൺനാച്ചുറലായിട്ടുള്ള എസ്പെഷ്യലി ഈ സൂയിസൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സോൾസിൻ്റെയൊക്കെ പ്രസൻസ് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഗ്രീഫ്, അതായത് മറ്റുള്ളവരുടെ ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടോ ഒക്കെയുള്ള ഹിഡൻ രഹസ്യ താല്പര്യങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ ലൈഫ്, അതിനുള്ളൊരു ടെൻഡൻസി, അതുവഴി ഉണ്ടാവുന്ന കടുത്ത ശത്രുക്കൾ, ആ ബന്ധങ്ങൾ തന്നെ പിന്നീട് ശത്രുക്കളായി മാറുന്നത്, പണമിടപാടുകൾ നിമിത്തമുണ്ടാവുന്ന ശത്രുക്കൾ, കേസ് വഴക്ക്, പഠിക്കുന്ന കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വീട്ടുകാരിൽ നിന്നും കാലക്രമേണ ഒറ്റപ്പെട്ട് ഡിറ്റാച്ച്ഡ് ആവേണ്ടി വരുന്ന അവസ്ഥകൾ, ഇതെല്ലാം ആണ് പൊതുവെ 2-ൽ രാഹുവും 8-ൽ കേതുവും നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ. ഞാൻ കുറേ ബാഡ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. കുറേ നല്ല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഈ സാധ്യതകളൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതൊന്നും നെഗറ്റീവാണെന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാനുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയും നിങ്ങൾ വളരെ ഫോക്കസ്ഡായിട്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്യുകയും മെഡിറ്റേഷൻ അല്ലെ പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങൾ ഇഷ്ടദേവതയെ ആശ്രയിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് ഇതങ്ങ് മാറും. അങ്ങനെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനും പറ്റും. ഈ 2-ൽ രാഹു നിന്നിട്ട് ജീവിതം ചില അബദ്ധങ്ങൾ പറ്റി തകർന്നു പോയിട്ട് പിന്നീട് വളരെ സ്പിരിച്വലായിട്ട് വന്ന് ജീവിതത്തെ വലിയ നിലയിലേക്ക് ഒരു 4-5 വർഷം കൊണ്ട് തന്നെ മാറ്റിയെടുത്ത വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ അതിനൊരു അയാളുടെ ലൈഫിന് ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാറ്റം, ആ ഒരു സ്പിരിച്വൽ ലൈഫിലേക്കുള്ളൊരു മാറ്റം, ആ എക്സ്ട്രാവാഗൻ്റ് ലൈഫിൽ നിന്നും, ആ ഒരു മെറ്റീരിയൽ അടിച്ചുപൊളിയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു പബ്ബ് ബാറ് ഡാൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫിൽ നിന്നും മാറി കുറച്ച് ആ ഒരു സന്തോഷം കണ്ടെത്താനും സ്പിരിച്വലായിട്ടുള്ളൊരു ലൈഫ് വരികയും ഗോൾ, പാഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പ്യുവർലി ഫോക്കസ്ഡ് ആവുകയും ചെയ്തപ്പം കുറേ സ്ട്രഗിൾ വന്നെങ്കിലും, അതിനുശേഷം കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നിരുന്നു. ആ സ്ട്രഗിളൊക്കെ വന്നെങ്കിലും പതിയെ ട്രാക്കിലേക്ക് എത്തുകയും അതായത് ഇനിയും ഒരിക്കലും ഈ ജീവിതത്തിൽ പരാജയം വരത്തില്ല. കാരണം 2-ാം ഭാവം കൊണ്ട് കിട്ടേണ്ട ധനം ഉണ്ടായി, 2-ാം ഭാവം കൊണ്ട് കിട്ടേണ്ട കുടുംബം ഒക്കെ ഇപ്പം സെറ്റിൽഡായി അവരുടെ. അതേപോലെ തന്നെ 2-ാം ഭാവം കൊണ്ട് കിട്ടേണ്ട സംസാരശുദ്ധി, നന്നായിട്ട് നല്ല ദൈവാധീനമുള്ള സംസാരവും മന്ത്രജപവും വിദ്യയും ഒക്കെ നേടി. അപ്പോൾ ആ 2-ാം ഭാവത്തിലെ രാഹു പ്രസൻറ്റ് ലൈഫിൽ ചെയ്യേണ്ടതെല്ലാം കൊടുക്കുകയും പാസ്റ്റ് ലൈഫിൽ ചെയ്ത ദുരിതങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് ആ ദുരിതങ്ങളൊന്നും ഇപ്പോൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പം ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പം രാഹു 2-ലും കേതു 8-ലും നിൽക്കുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരും ഞാൻ ഇതിന് ശേഷം കൊടുക്കാം. അവരുടെ ഹൊറോസ്കോപ്പൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. തപ്പിയെടുത്ത് പഠിച്ചുകൊള്ളുക, അവരുടെ ജീവിതവും കൂടെ വെച്ച് നിരീക്ഷിച്ചുകൊള്ളുക. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.